കണ്ണൂരില് കുപ്പത്ത് ദേശീയപാതയ്ക്കായി കുന്നിടിച്ച സ്ഥലത്ത് മണ്ണിടിഞ്ഞത് ഇന്നലെയാണ്. രാത്രിയിൽ പെയ്ത മഴയിൽ ഇവിടെ നിന്നും മണ്ണും ചെളിയും സമീപത്തെ വീടുകളിലേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. പ്രദേശത്ത് ജനങ്ങളാകെ ആശങ്കയിലാണ്. ഇംതിയാസ് കരീം വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. കണ്ണൂര് റെഡ് അലേർട്ട് ഉള്ള മേഖലയാണ്. ശക്തമായ മഴ ഇന്നലെയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് മഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ആ രീതിയിൽ കാര്യമായ ഗൗരവത്തോടെയുള്ള കാര്യങ്ങൾ, ജാഗ്രത വേണമെന്നൊക്കെ ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ ആ രീതിയിൽ കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജില്ലാ കളക്ടർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ തളിപ്പറമ്പിലെ കുപ്പത്താണുള്ളത്. കുപ്പത്തെ വിഷയം നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് പറഞ്ഞതാണ്. ഈ ദേശീയപാതയിലെ കുന്നിടിച്ച് ദേശീയപാത നിർമ്മിച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചൽ വ്യാപകമായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെട്ടിരുന്നു. കുപ്പത്തും മഴയുണ്ടായിരുന്നു എന്നാണ് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം പറയുന്നത്. അതുമൂലം തന്നെ ആ ഭാഗത്തെ മണ്ണെല്ലാം വലിയ രീതിയിൽ താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ ഒലിച്ചിറങ്ങി തൊട്ട് താഴെയുള്ള വീടുകളിലേക്കൊക്കെ ഈ ചെളിവെള്ളം വലിയ രീതിയിൽ ഒഴുകിയെത്തുകയും ആ ചെളിവെള്ളം വീടിന്റെ മുറ്റത്താകെ നിറയുകയും ചെയ്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ കൂടുതലായിട്ട് ചെളി വരുമ്പോൾ അത് വീടിന്റെ മുറ്റത്തേക്കും വീടിന്റെ മറ്റു വീടുകളുടെ പരിസരങ്ങളിലേക്കൊക്കെ ഈ ചെളിവെള്ളം എത്തുന്നതാണ് ഇവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അത് അവർക്ക് വലിയ പ്രതിസന്ധിയായി മാറുമെന്ന ഒരു ആശങ്കയൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെയുള്ള ഈ വീട്ടിലെ ആളുകൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുമുണ്ട്. എന്താണ്, ഇന്നലെയൊക്കെ വലിയ മഴയുണ്ടായിരുന്നോ ഇവിടെ? വലിയ മഴയാണ്. അതുപോലെ തന്നെ ഭയങ്കര വെള്ളവും വന്നിട്ടുണ്ടായിന്. തോട് വലിച്ചാൽ തോടെല്ലാം എന്നെ മണ്ണ് വന്ന് നിറഞ്ഞിട്ട് അതെന്നെ മൂടിയിട്ടുള്ളത്. പിന്നെ ഇപ്പം ചാല് വലിച്ചതിലെല്ലാം വെള്ളം വരുന്നു, പരക്ക വരുന്നുണ്ട്. എല്ലാ സൈഡിലേക്കൂടിയും വെള്ളം വരുന്നു. റോഡ് മേലെല്ലാം ഫുൾ വെള്ളമാണ്, മൊത്തം വെള്ളമാണ്. ഈ വീടിന്റെ മുറ്റത്തുകൂടെ ഉണ്ടാക്കിയ ഈ ചാല്, ഈ വെള്ളം ചളിവെള്ളം ഒലിച്ചു പോവാൻ വേണ്ടിയിട്ട് ഈ ദേശീയപാതന്റെ ആൾക്കാരനെ ചെയ്താണോ? ഇതല്ല, ഇത് ആദ്യമേ ഇല്ലാത്ത ചാലാന്ന്. ഇപ്പം ഹൈവേന്റെ അവര് കൊടുത്തത് അപ്പുറത്തേക്കൂടി ഇല്ല ചാലാന്ന്. ഇത് പണ്ട് അന്നേരേ ഉള്ളത് ചെറിയ വെള്ളം പോകുന്ന ഒരു ചാലുണ്ടായതാണ്. ഇപ്പം ഹൈവേൻ്റെ അത് വന്നിട്ട് വെള്ളവും മണ്ണും ചളിയെല്ലാം നിറഞ്ഞതിന് ശേഷം അതിലേക്കൂടെ വലിയ ചാല് കൊടുത്തിട്ടുണ്ട്. വീടുകളിലേക്ക് ചളി അടിച്ച് കയറുന്നുണ്ടോ? ഇന്നലെ രാത്രി കുറേ വീട്ടുകാർ ഒഴിഞ്ഞു മാറിപ്പോയി. മൊത്തം ചളിയും വെള്ളമാണ് എല്ലാ വീട്ടിലും. വെള്ളം മാത്രമാണെങ്കിൽ പ്രശ്നമില്ല, ഇത് ചളിയോട് കൂടിയുള്ള വെള്ളം കയറുന്നു. ഇന്നലെ രാത്രിയിൽ ഒരുവിധം വീട്ടുകാരെല്ലാം ഒഴിഞ്ഞ് രാത്രി വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുകയും ചെയ്തത്. എത്ര വീട്ടുകാർ മാറിപ്പോയിട്ടുണ്ട്? ഒരു 5-6 വീട്ടുകാർ വെള്ളം കയറിയിട്ട് പോയിട്ടുണ്ട്. മൊത്തം പ്രശ്നമാണ്. നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. നമ്മളെല്ലാം ഇന്നലെ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചത്. വരുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതെന്താ അവസ്ഥ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാം ഇതാണ്. റോഡിൽ തന്നെയാണ് ഇന്നലെ രാത്രി മഴ വരുന്ന സമയത്ത് എല്ലാവരും വീട്ടുകാരെല്ലാം റോഡിലിറങ്ങി ഇത് വെള്ളം ഇതിലേക്കൂടെ തിരിച്ചു വിടാൻ പറ്റുമോ എന്നുള്ളത് നോക്കി എന്തെല്ലോ ചെയ്ത്. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? ഈ മഴ പെയ്യുന്ന സമയത്ത് ഓരോ തട്ടായിട്ട് മണ്ണൊലിച്ച് ഇറങ്ങണോ ചെയ്യുന്നത്? എന്താ ശരിക്കും സംഭവിക്കുന്നത്? എന്താ ഇവിടെ ഈ പുറത്തിട്ട മണ്ണ് തെച്ചും വെള്ളത്തോട് കൂടി താഴോട്ടേക്ക് വരികയാണ്. അപ്പൊ ഈ ഓവുചാലെല്ലാം മണ്ണ് മൂടി അടഞ്ഞ് പിന്നെ വീണ്ടും ഇവർ ഇറ്റാച്ച് JCB ഒക്കെ വെച്ചിട്ട് വലിക്കുന്നു. വീണ്ടും മഴ വരുമ്പോൾ അത് വീണ്ടും അടിയുന്നു. ആ ചളിയും മണ്ണെല്ലാം പോയി റോഡുമെല്ലാം വീടുകളിലേക്കെല്ലാം കയറി ഇതാണ്. ഒരു വീട്ടുകാർക്ക് മാത്രമാണോ ഇപ്പോൾ ഈ മണ്ണ് കുത്തി ഒലിച്ചു വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം നേരിട്ടുള്ളത്, അതോ മറ്റു പരിസര പ്രദേശങ്ങളിലെ വീടുകളിലെയും ഇത് കാര്യമായി ബാധിക്കുന്നുണ്ടോ? മോത്തി, ഇത് 1-2 വീടുകളുടെ മാത്രം പ്രശ്നമല്ല. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ കുന്ന്, അതായത് ആ മണ്ണൊലിച്ചിറങ്ങുന്ന ദേശീയപാതയുടെ ആ ഭാഗത്ത് നിന്ന് താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ പരിസരത്ത് ഒരുപാട് വീടുകളുണ്ട്. കാരണം ഏതെങ്കിലും ഇപ്പം അവിടെ ഈ വീടിന്റെ മുറ്റത്തൂടെ തന്നെ ഒരു ചാലും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചാലിൽ നിൽക്കാത്ത രീതിയിൽ, ആ ചാലും കവിഞ്ഞ് ഒഴുകുന്ന രീതിയിലാണ് ചെളിവെള്ളം ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഈ പരിസരത്തുള്ള ഒരുപാട് വീടുകളുടെ മുറ്റത്തേക്ക് ഈ ചെളിവെള്ളം എത്തുന്നു, ചെളി കയറുന്നു. എല്ലാ സ്ഥലത്തും ഈ ദേശീയപാതയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാലവർഷം കൂടി ശക്തി പ്രാപിക്കുന്നതോടെ ഇന്ന് റെഡ് അലേർട്ടാണ് കണ്ണൂരും കാസർഗോഡും ഒക്കെ. ആ സമയത്ത് അത് കുറച്ച് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.